ജന്മന നമുക്ക് ദൈവം പല കഴിവുകളും തന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മളിൽ പലരുടെയും പ്രശ്നം എന്താണെന്നറിയാമോ? ആ ഒരു കഴിവിനെ ഒന്ന് വാർത്തെടുക്കാനോ അല്ലെങ്കിൽ ആ ഒരു കഴിവിനെ ഒന്ന് പൊടി തട്ടി ഒന്ന് ചെറുതായിട്ടെങ്കിലും പരിപോഷിപ്പിച്ചെടുക്കാൻ ആരും ശ്രമിക്കാറില്ല. ചിലരുടെ വിചാരം എന്താണെന്നറിയാമോ? അവർക്ക് ഒരു കഴിവുമില്ല, അല്ലെങ്കിൽ എന്നെക്കൊണ്ടൊന്നും സാധിക്കില്ല, ഞാൻ ഇതിനിറങ്ങി പുറപ്പെട്ടാൽ ഞാൻ പരാജയപ്പെട്ടു പോകും എന്ന് ചിന്തിക്കുന്നവരായിരിക്കും 100-ൽ ഒരു 70% ആൾക്കാരെങ്കിലും. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, പരാജയം വിജയത്തിൻ്റെ മുന്നോടിയാണ്. പരാജയപ്പെടാതെ നേരിട്ട് വിജയത്തിലേക്ക് എത്തണം എന്ന് വിചാരിച്ചാൽ അത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. ഏത് കാര്യത്തിനും ഉറച്ച പരിശ്രമം അത്യാവശ്യമാണ്. കുറച്ചെങ്കിലും കഷ്ടപ്പെട്ടാലേ ഉള്ളൂ നമുക്കൊരു 50% റിസൾട്ട് ഉണ്ടാവുള്ളൂ. ആ ഒരു കാര്യത്തിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ ഈ ഒരു ചിത്രം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 12 മണിക്കൂർ എടുത്തെന്ന് പറയാൻ നിങ്ങൾ വിശ്വസിക്കുമോ? കാണുമ്പം ചെറുതായിട്ട് തോന്നിയാലും ഇതിനെടുത്ത എഫേർട്ട് അത് പറയാതെ വയ്യാട്ടോ. 12 മണിക്കൂറിൻ്റെ കഷ്ടപ്പാടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇങ്ങനെ എനിക്കാകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും അതിനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് ചെറിയ രീതിക്ക് കഴിവ് കാണും, പക്ഷേ അവരെ പുറകിൽ നിന്ന് പുഷ് ചെയ്താൽ മാത്രമേ അവർ ആ രംഗത്തേക്ക് മുന്നോട്ട് വരികയുള്ളൂ. ആ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ഓർക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇത്തരം കാര്യങ്ങൾക്ക് നല്ലൊരു ബാക്ക് സപ്പോർട്ട് തന്ന ഒരാളാണ് എൻ്റെ ഹസ്ബൻഡ്. എൻ്റെ ലൈഫിലേക്ക് വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് തന്നെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഉള്ളിലുള്ള ആ സ്റ്റേജ് ഫിയർ, ആ ഒരു പേടി, ആ ഒരു ടെൻഷൻ, അതൊക്കെ മാറിക്കിട്ടി. അതുപോലെ തന്നെ എൻ്റെ പേരൻസിൻ്റെ സൈഡിൽ നിന്നുള്ള നല്ലൊരു സപ്പോർട്ട്. എൻ്റെ അമ്മ ഒരു വീട്ടമ്മയാണ്, എൻ്റെ അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനാണ്. അവരുടെ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന എനിക്ക് ഇത്തരം കഴിവുകൾ എന്നിൽ കൊണ്ട് തന്നെ വളർത്തിയെടുക്കാൻ സാധിച്ചെങ്കിൽ നിങ്ങൾക്കും അത് സാധിക്കും. ഞാൻ ഈ ഒരു വാക്കുകൾ പറയുന്നത് വെറുതെ അല്ല കേട്ടോ. നമ്മൾ കുറച്ചെങ്കിലും എഫേർട്ട് എടുത്ത് നല്ല രീതിക്ക് കഷ്ടപ്പെടാൻ തയ്യാറായെങ്കിൽ ഉറപ്പായിട്ടും അതിന് റിസൾട്ട് ഉണ്ടാവും. അതാണ് നിങ്ങളീ കാണുന്നത്. ഈ ഒരു ചിത്രം നല്ല രീതിക്ക് വരച്ചെടുക്കണമെന്ന ആത്മവിശ്വാസത്തോടെയാണ് ഞാൻ തുടങ്ങിയത്. എന്താണെങ്കിലും എന്നെക്കൊണ്ടത് സാധിച്ചു. അപ്പം നിങ്ങൾക്കും അതുപോലെ സാധിക്കട്ടെ.